ഹലോ വെൽക്കം ബാക്ക്. ഞാൻ അൽ ഹസൻ. നമ്മുടെ ഐ ടി യിൽ ഒരുവിധം എല്ലാ ട്രേഡുകളും ഫിറ്റർ, ടർണർ, മെഷീനിസ്റ്റ്, വെൽഡർ, ഷീറ്റ് മെറ്റൽ, ടൂൾ ആൻഡ് ഡൈമിക് അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ ട്രേഡുകളും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സേഫ്റ്റി എന്ന് പറയുന്നത്. അപ്പോൾ സേഫ്റ്റിയിൽ നിന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം, ഇനി 5S കൺസെപ്റ്റ് ദ ടൈം CSO സ്റ്റാൻഡ് ഫോർ. അപ്പോൾ 5S കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒരു ജപ്പാനീസ് മെത്തഡോളജിയാണ്. അപ്പോൾ ഇതിനകത്ത് 5 എസ്സുകളാണുള്ളത്. ഒരു എസ്, രണ്ട് എസ് എന്നിങ്ങനെ മൊത്തം 5 എസ്സുകളാണുള്ളത്. ഇപ്പൊ ഈ ഒരു 5 എസ് എന്ന് പറയുന്നത് 5 ടേമുകളാണ്. ഓക്കെ, 5 പദങ്ങളാണ്. അപ്പൊ അത് 5ഉം ഓരോ പ്രവൃത്തികളെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ 5 എസ് ചെയ്യുക വഴി, അത് നമ്മൾ പ്രവർത്തിക്കുന്ന വഴി നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും എന്നാ പറയുന്നത്, അവിടെ നമുക്ക് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുവാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുപോലെ തന്നെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ആ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ കോസ്റ്റ് റിഡക്ഷൻ ചെയ്യാൻ, കുറച്ചുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് സാധിക്കും. എന്തൊക്കെയാണ് ഈ 5S എന്നുള്ളതാണ് നമുക്ക് ആദ്യം നോക്കാനുള്ളത്. ആദ്യത്തെ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജപ്പാനീസിൽ സെയ്രി എന്ന് പറയും. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ സോർട്ട് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. അതായത് ആവശ്യമില്ലാത്ത കുറേ ഐറ്റംസിൽ നിന്നും ആവശ്യമുള്ളതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, സോർട്ട് ചെയ്ത് വെക്കുന്നതിനെയാണ് അങ്ങനെ പറയുന്നത്. രണ്ടാമത്തെ എസ് സീറ്റൺ എന്ന് പറയും. ഇംഗ്ലീഷിൽ അതിനെ സെറ്റ് എന്നാണ് പറയുന്നത്. അതായത് നീഡഡ് ഐറ്റം തന്നെ ഇനി എന്ത് ചെയ്യുന്നു, ആ ഒരു ആവശ്യമായിട്ടുള്ള ഐറ്റംസ് നമ്മൾ ക്രമപ്പെടുത്തി സെറ്റ് ചെയ്ത് വെക്കുന്നു. ഓക്കെ, രണ്ടാമത്തെ സീറ്റൺ അഥവാ സെറ്റ് എന്ന് പറയും. അവയെ എന്ത് ചെയ്തിരിക്കുന്നു, ഒരു ഓർഡറിൽ സെറ്റ് ചെയ്ത് പെട്ടെന്ന് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്യുന്നു, സെറ്റ് ചെയ്ത് വെക്കുന്നു. അതിനെ കറക്റ്റ് പ്ലേസിൽ നമ്മൾ ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാനും എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ സെറ്റ് ചെയ്ത് വെക്കുന്നു. 3 സീസ് എന്നാണ് പറയുന്നത്. ഇംഗ്ലീഷിൽ അതിനെ പറയുന്നത് ഷൈനി എന്നാണ്. സോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക്ഷോപ്പ് എന്ത് ചെയ്യുന്നു, ക്ലിയർ ആയിട്ടും ക്ലീൻ ആയിട്ടും നീറ്റ് ആയിട്ടും ക്ലീൻ ആയിട്ടും സൂക്ഷിക്കുന്നു. അതാണ് പറയുന്നത്. പിന്നെ നാലാമത്തെ എസ് എന്ന് പറഞ്ഞാൽ ഷീക്കറ്റ്സു ആണ്. അതിനെ ഇംഗ്ലീഷിൽ നമ്മൾ പറയുന്നുണ്ടാവുക സ്റ്റാൻഡർഡൈസ് എന്നാണ്. അതായത് ഇപ്പൊ പറഞ്ഞ സോർട്ട് ആയിക്കോട്ടെ, അതുപോലെ തന്നെ സെറ്റ് ആയിക്കോട്ടെ, ഷൈൻ ആയിക്കോട്ടെ, ഇതിനെയൊക്കെ ഒരു ഹാബിറ്റ് ആക്കുക എന്നുള്ളതാണ് സീക്രറ്റ്സ് അഥവാ ആ ഒരു സ്റ്റാൻഡേർഡൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ലാസ്റ്റ് എസ് ആണ് ഷിറ്റ്സുഗെ എന്ന് പറയും. സോ അതായത് സസ്റ്റെയിൻ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നുണ്ടാവുക. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻറ്റെയിൻ എസ്റ്റാബ്ലിഷ് പ്രൊസീജിയർ. ഈ എസ്റ്റാബ്ലിഷ് പ്രൊസീജിയേഴ്സിനെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ ഉദ്ദേശം. അപ്പൊ ഏകദേശം 5 എസ് എന്താണെന്നുള്ളത് മനസ്സിലായി കാണും. ഇപ്പം ഇവിടെ ചോദിച്ചിട്ടുള്ള ചോദ്യത്തിന് ഉത്തരം നിങ്ങൾക്ക് സിമ്പിൾ ആണ്. 5S കൺസെപ്റ്റിൽ സീസോ അഥവാ ഷൈനി എന്ന് പറയുന്ന ടേം എന്തിനെയാണ് സ്റ്റാൻഡ് ചെയ്യുന്നുള്ളതാണ്. ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് സെഗ്രിഗേറ്റ് നീഡ് ഐറ്റം ഫ്രം അൺനീഡഡ് ആൻഡ് ക്ലിയർ ദ ലേറ്റർ. സോ അൺനീഡ് ഐറ്റംസിൽ നിന്ന് നീഡ് ഐറ്റംസിനെ സെപ്പറേറ്റ് ചെയ്ത് ഏതാണ് നമുക്കറിയാം. അത് നമ്മളിപ്പോൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. എന്താണ്, സോർട്ട് ആണല്ലേ. സോർട്ട് അഥവാ അതിനെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, സീറ്റൺ എന്ന് പറയും. ഓക്കെ, അപ്പോൾ അതാണ് പറയുന്നത്. ഓക്കെ, സോ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കീപ് നീഡഡ് ഐറ്റംസ് ഇൻ കറക്റ്റ് പ്ലേസ്. അതിനെന്താണ് പറയുന്നത്, സെറ്റ് എന്നാണ് പറയുന്നത് അല്ലേ. സെറ്റ് എന്നാണ് പറയുന്നത്. ഇംഗ്ലീഷിൽ അതിന് സോറി, ആദ്യം പറഞ്ഞത് സീരിയാണ്, സീരി അഥവാ സെറ്റ് സോർട്ട്. രണ്ടാമത്തത് സീറ്റൺ ആണ്. രണ്ടാമത്തെ ഓപ്ഷൻ സീറ്റൺ ആണ്, സെറ്റ് ആണ്. മൂന്നാമത്തെ കീപ് ദ വർക്ക് പീസ് നീറ്റ് ആൻഡ് ക്ലീൻ. അപ്പൊ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് സൂക്ഷിക്കുന്നതിന് നമുക്ക് എന്ത് ചെയ്യാം എന്ന് പറയാം, ഷൈനി അഥവാ സീസോ എന്ന് പറയാം. എനിക്ക് മെയിൻറ്റെയിൻ എസ്റ്റാബ്ലിഷ് പ്രൊസീജിയർ എന്ന് പറയുന്നതാണ് സസ്റ്റെയിൻ ആണ്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഇവിടെ നിന്നും നോക്കാനുള്ളത്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. പിന്നെ രണ്ടാമത്തത്, a victim of electric shock is unconscious and not breathing. In case the victim's mouth is closed tightly, which method of artificial resuscitation or respiration is not suitable? അതായത് ഒരാൾ ഇലക്ട്രിക് ഷോക്ക് ഏറ്റിട്ട് എന്ത് ചെയ്തിരിക്കുന്നു, അബോധാവസ്ഥയിലാണ്. അദ്ദേഹത്തിന് നമുക്ക് ഒരു ആർട്ടിഫിഷ്യൽ റെസിസ്റ്റേഷൻ അല്ലെങ്കിൽ റെസ്പിറേഷൻ നൽകാനായിട്ട് അദ്ദേഹത്തിന്റെ വായ എന്ത് ചെയ്തിരിക്കുന്നു, വളരെ ടൈറ്റ് ആയിട്ട് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. സോ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഏത് രീതിയിൽ ആർട്ടിഫിഷ്യൽ റെസിസ്റ്റേഷൻ അല്ലെങ്കിൽ റെസ്പിറേഷൻ നൽകുന്നതായിരിക്കും കൂടുതൽ സ്യൂട്ടബിൾ എന്നുള്ളതാണ്. സോ ഇവിടെ എന്ന് പറഞ്ഞാൽ സ്കാഫേഴ്സ് ഓർ ഹോൾഗർ നീൽസൺ മെത്തേഡ് ഈസ് മോർ സ്യൂട്ടബിൾ ഇൻ ദിസ് എന്താണ് പർട്ടിക്കുലർ എന്താണ് അവസ്ഥയിലായിരിക്കുന്ന സമയത്ത്, ഈ ഒരു അവസ്ഥയിലായിരിക്കുമ്പോൾ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് സ്കാഫേഴ്സ് മെത്തേഡ് ഓർ ഹോൾഗർ നീൽസൺ മെത്തേഡ് ആയിരിക്കും. ഓക്കെ, ദെൻ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഈസ് CPR ഇൻ സേഫ്റ്റി. CPR കാർഡിയോ അഥവാ C ഫോർ കാർഡിയോ, P ഫോർ പൾമണറി, R ഫോർ റെസിറ്റേഷൻ. കാർഡിയോ പൾമണറി റെസിറ്റേഷൻ. അപ്പൊ ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് ഓർത്തിരിക്കാൻ വേണ്ടിയുള്ള ഒരു കോഡുണ്ട്. അതായത് CPRനകത്ത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത് 3 കാര്യങ്ങളാണ്. ഒന്നെന്ന് പറയുന്നത് കംപ്രഷൻ ആണ്, C എന്ന് പറയാം. രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടേക്ക് എന്താണ്
എയർവേ ആണ്, അതായത് അവിടേക്കുള്ള വായുസഞ്ചാരം അദ്ദേഹത്തിന് ഉള്ള വായുസഞ്ചാരം കാര്യങ്ങൾ ഉറപ്പുവരുത്തുകയാണ്. മൂന്നാമത്തേത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രീതിങ് ആണ്. സോ ക്യാബ് എന്ന് പറഞ്ഞ ഒരു കോട്ട് ഉപയോഗിച്ചുകൊണ്ട് ഒരു ടൈം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഓർത്തിരിക്കണം CPR ഏറ്റവും പ്രധാനമായിട്ടുള്ള 3 കാര്യങ്ങളാണ്. ആദ്യം എന്ത് ചെയ്യണം, നമ്മൾ സർക്കുലേഷൻ നൽകണം. രണ്ടാമത് നമ്മൾക്ക് എയർവേ, അതായത് അവിടെ എയർവേ വായുസഞ്ചാരം ഉറപ്പാക്കണം. മൂന്നാമതായിട്ട് ബ്രീതിങ് കൊടുക്കണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടൈമാണ്. അപ്പോൾ എപ്പോഴാണ് CPR മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് സ്യൂട്ടബിൾ ആവുന്നത്? കാർഡിയോ പൾമണറി റെസിസ്റ്റേഷൻ. CPR is a life saving technique that's useful in many emergencies such as heart attack or near drawing in which someone's breathing or heartbeat has stopped. ഒരാളുടെ ബ്രീതിങ് അല്ലെങ്കിൽ ഹെഡ് ബീറ്റ് സ്റ്റോപ്പ് ആകുന്നതായിട്ടുള്ള ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള ഒരു എമർജൻസി സിറ്റുവേഷൻസിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലൈഫ് സേവിങ് ടെക്നിക്കാണെന്ന് പറയുന്നത് കാർഡിയോ പൾമണറി റെസിസ്റ്റേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളെന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഒന്നെന്ന് പറഞ്ഞത് കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ കംപ്രഷൻ നൽകുന്നു. കംപ്രഷൻ എന്താണെന്ന് പറയാം, നമ്മൾ ചെസ്റ്റിലൊക്കെ ഇങ്ങനെ പ്രസ് ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ കംപ്രഷൻ നൽകുന്നു. പിന്നെ രണ്ടാമതെന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ എയർവേ ഉറപ്പാക്കുന്നു. മൂന്നാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ബ്രീതിങ് നൽകുന്നു. സോ CAB എന്ന് പറയുന്ന ആ ഒരു കോഡ് നമ്മൾ എന്ത് ചെയ്യുക, അവിടെ ഓർത്തിരിക്കുക. ഓക്കെ, അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോ ഇവിടെ നിങ്ങൾക്ക് അത് ഇവിടെ നമുക്ക് അത് എന്ത് ചെയ്യാനായിട്ടുണ്ട്, നോക്കാനായിട്ടുണ്ട്, പഠിക്കാൻ വേണ്ടിയിട്ടുണ്ട്. CPR can keep oxygen rich blood flowing the brain and other organs until emergency medical treatment can restart the typical heart rhythm. The 3 basic part of CPR, the easily remembered: CAB, C for compression, A for airway, B for breathing. അടുത്തത്, if a patient does not respond to mouth resuscitation treat, a first aider should immediately. അതായത് ഒരു പേഷ്യൻ്റ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നില്ല, മൗത്ത് റെസിസ്റ്റേഷൻ നൽകുന്നതിനോട് പ്രതികരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് എയ്ഡർ അത്യാവശ്യമായിട്ടും എന്താണ് ചെയ്യേണ്ടത്? മെഡിക്കൽ ഹെൽപ്പ് തേടുകയാണോ, അതോ ആ ഒരു ബ്രോക്കൺ ലിപ്സ് നോക്കുകയാണോ? സോ അവിടെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒരു മെഡിക്കൽ ഹെൽപ്പ് തേടുക എന്നുള്ളത് തന്നെയാണ് അവിടെ നമുക്ക് ചെയ്യാനുള്ളത്. ഇപ്പോൾ പേഷ്യൻ്റ് ഡൂസ് നോട്ട് റെസ്പോണ്ട് മൗത്ത് റെസിസ്റ്റേഷൻ റേറ്റ്, ഫസ്റ്റ് എയ്ഡർ ഷുഡ് സീക്ക് മെഡിക്കൽ ഹെൽപ്പ്. ഓക്കെ, അടുത്തെന്ന് പറഞ്ഞാൽ 5 സ്റ്റാൻഡ് ഫോർ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അപ്പോൾ അവിടെ എന്താണ്, സോർട്ട്, സിസ്റ്റമാറ്റിക്, അപ്പോൾ തന്നെ അത് പോയി. സോർട്ട്, സെറ്റ്, ഷൈന്, സ്റ്റാൻഡേർഡൈസേഷൻ, സസ്റ്റെയിൻ എന്ന് പറയുന്നത് വരുന്നുണ്ട്. അപ്പോൾ എന്താണ് സോർട്ട് അഥവാ എന്തെന്ന് പറയാം, സോർട്ട് എന്ന് പറഞ്ഞാൽ സെയ്രി, സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് C10, ഷൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീസോ, സ്റ്റാൻഡേർഡൈസേഷൻ എന്ന് പറയുന്നതാണ് ഷീക്കെറ്റ്സു, ദിൻ സസ്റ്റെയിൻ, ഷിസുകേസു. അതാണ് ശരിയായിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഈ ഒരു 5S എന്ന് പറയുന്നത്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിലെ ജപ്പാനീസ് മെത്തഡോളജിയുടെ കൺവേർഷൻ ഇംഗ്ലീഷിൽ എങ്ങനെയാണെന്ന് ചോദിക്കും. സെയ്രി സോർട്ടാണ്, C10 എന്ന് പറഞ്ഞാൽ സെറ്റാണ്, സീസോ എന്ന് പറഞ്ഞാൽ ഷൈനാണ്, സീക്കെറ്റ്സു എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡൈസ് ആണ്, ഷിസുക എന്ന് പറഞ്ഞാൽ സസ്റ്റെയിൻ ആണ്. സോ ഇത് ഇങ്ങനെ ഈ ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള രീതിയിലും ചോദിക്കാം. ഇനി ബെനിഫിറ്റ് ഓഫ് 5S സിസ്റ്റംസ് ആണ്. 5S സിസ്റ്റത്തിന്റെ ബെനിഫിറ്റ് എന്താണ് ഓൾറെഡി നമ്മൾ പറഞ്ഞു. ഇൻക്രീസ് ദ ക്ലീൻനെസ്, ഇൻക്രീസ് ദ പ്രൊഡക്ടിവിറ്റി, ഇൻക്രീസ് ദ പ്രൊഡക്ഷൻ റേറ്റ്, മെയിൻറ്റെയിൻ ദ പ്രൊഡക്ഷൻ റേറ്റ്. സോ ഏത് വരും ഇവിടെ? നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. അവിടെ എന്താണ്, പ്രൊഡക്ഷൻ റേറ്റ് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പ്രൊഡ്യൂസിനുള്ള റേറ്റ്, പ്രൊഡക്ഷൻ റേറ്റ് ഇൻക്രീസ് ചെയ്യുകയാണോ ചെയ്യുക. ഇൻക്രീസ് ദ പ്രൊഡക്ടിവിറ്റി. അപ്പോൾ പ്രൊഡക്ഷൻ റേറ്റ് ഇൻക്രീസ് ആവുകയല്ല, മറിച്ച് പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യണം. പ്രൊഡക്ഷൻ്റെ റേറ്റ് ഇൻക്രീസ് ചെയ്യല്ല, പ്രൊഡക്ഷൻ റേറ്റ് ഇൻക്രീസ് എന്നുള്ളതിനേക്കാളും കുറച്ചുകൂടി എന്താണ് ഇവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് മോർ ആക്യുറേറ്റ് ആൻസർ ആണ്. അതെന്ന് പറയുന്നത് ഇൻക്രീസ് ദ പ്രൊഡക്ടിവിറ്റി ആണ്. ഓക്കെ, ബെനിഫിറ്റ് ഓഫ് ദ 5S സിസ്റ്റം ആർ ഇൻക്രീസ് ദ പ്രൊഡക്ടിവിറ്റി. അപ്പം ഓരോന്നിൻ്റെയും ഒന്നുകൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോർട്ട് എന്ന് പറയുന്നത് എന്താണ്, കീപ്പ് ഓൺലി നെസസിറ്റി ഐറ്റം ദ വർക്ക് പ്ലേസിലുള്ള ആവശ്യമായിട്ടുള്ള ഐറ്റംസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, മാർക്കുന്നു. സെറ്റ് ഇൻ ഓർഡർ, ആ ഐറ്റംസിനെ ഓർഡറിൽ വെക്കുന്നു. ഷൈൻ എന്ന് പറഞ്ഞാൽ വർക്ക് പ്ലേസ് ക്ലീൻ ആയിട്ടും ഷൈൻ ആയിട്ട് സൂക്ഷിക്കുന്നു. സ്റ്റാൻഡേർഡൈസ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന സോർട്ട് ആയിക്കോട്ടെ, സെറ്റ് ആയിക്കോട്ടെ, ഷൈൻ ആയിക്കോട്ടെ, അതൊക്കെ ഹാബിറ്റ് ആക്കുന്നു. സസ്റ്റെയിൻ എന്ന് പറഞ്ഞാൽ എസ്റ്റാബ്ലിഷ്ഡ് പ്രൊസീജിയറിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അത്രയും കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. 5S is a ഓർഗനൈസേഷൻ ടെക്നിക് ടു ക്രിയേറ്റ് ആൻഡ് മെയിൻറ്റെയിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് വർക്ക് പ്ലേസ് എന്നുള്ളതാണ്. ഓക്കെ, ഇനി അടുത്ത നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റു കാര്യങ്ങളിലേക്ക് നോക്കാം. First aid boxes should be properly equipped and kept in. The first aid boxes should be properly equipped and kept in. അപ്പം ഇമ്പോർട്ടൻ്റ് പ്ലേസസിലാണോ അത് നമ്മൾ വെക്കുന്നുണ്ടാവുക, അതോ മെഷീനിങ് ഏരിയയിലാണോ, ഈസി ആക്സസ് പ്ലേസിലാണോ, റൈറ്റ് പൊസിഷനിലാണ്? അപ്പോൾ ഈസി ആക്സസ് പ്ലേസിൽ നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കണം, അത് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കണം. അത്തരത്തിലുള്ള സ്ഥലങ്ങളിലായിരിക്കും ഫസ്റ്റ് എയ്ഡ് ബോക്സ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, നമ്മൾ വെക്കുന്നുണ്ടാവുക. ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഷുഡ് ബി പ്രോപ്പർലി എക്വിപ്ഡ് ആൻഡ് കെപ്റ്റ് ഇൻ ഈസി ആക്സസ് പ്ലേസ് എന്നുള്ളതാണ്. അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ if a worker has suffered from electric shock, he should be. അപ്പം ഒരു വർക്കർ എന്ത് ചെയ്തിരിക്കുന്നു, ഇലക്ട്രിക് ഷോക്ക് കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തിരിക്കുന്നു, ബുദ്ധിമുട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഗിവ് ആൻ ആൽക്കഹോളിക് ഡ്രങ്ക്. അദ്ദേഹത്തിന് മദ്യം പോലെയുള്ള ആൽക്കഹോൾ ഡ്രഗ് നൽകുകയാണ്, ഒരിക്കലും അല്ലെ. കോൾഡ് ഡ്രിങ്ക്, തണുത്ത വെള്ളം നൽകുകയാണോ, മേട്ട് വാക്കാൻ, നടക്കാൻ അനുവദിക്കുക. കെപ്റ്റ് വാം ആൻഡ് കവേർഡ്സ്, എന്താണ് കെപ്റ്റ് വാം ആൻഡ് കവേർഡ് എന്നുള്ളതാണ് അവിടെ എന്ത് ചെയ്യുന്നത്, ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. ഇഫ് എ വർക്കർ ഹാസ് സഫേർഡ് ഫ്രം ഇലക്ട്രിക് ഷോക്ക്, ഹി ഷുഡ് കെപ്റ്റ് വാം ആൻഡ് കവേർഡ് എന്നുള്ളതാണ്. ഇൻ കേസ് ഓഫ് ഇലക്ട്രിക് ഫയർ, വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ്
ഷുഡ് നോട്ട് ബി യൂസ്ഡ്. അപ്പോൾ ഇവിടെ വരുന്നത് ഇൻ കേസ് ഓഫ് ഇലക്ട്രിക് ഷോക്ക് ഫയർ വരുന്ന സമയത്ത് വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് ഷുഡ് നോട്ട് ബി യൂസ്ഡ്, നമ്മൾ യൂസ് ചെയ്യാതെ. അപ്പോൾ നമുക്കറിയാം ഫയറിനെ 4 രീതിയിൽ, തീപിടുത്തത്തെ 4 രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ക്ലാസ് എ, ക്ലാസ് ബി, ക്ലാസ് സി, ക്ലാസ് ഡി എന്നിങ്ങനെ. അപ്പോൾ എയ്ക്കകത്ത് എന്താണ് വരുന്നത്? എയ്ക്കകത്ത് വുഡ്, പേപ്പർ, ലെതർ, ഇങ്ങനെ സോൾഡ് മെറ്റീരിയൽസ് ആണ് വരുന്നത്. ബിക്കകത്താണെന്നുണ്ടെങ്കിൽ ഫ്ലാമബിൾ ആയിട്ടുള്ള എന്ത് വരും? ലിക്വിഡ് വരും. ഓക്കെ, ലിക്വിഡ് ഒക്കെയാണ് വരുന്നുണ്ടാവുക, പെട്രോൾ, ഡീസൽ അങ്ങനെയുള്ള. സിക്കകത്ത് എന്താണ് വരുന്നുണ്ടാവുക? ഗ്യാസ് ആണ് വരുന്നുണ്ടാവുക. ഡിക്കകത്ത് എന്താണ് വരുന്നത്? മെറ്റൽസും അതുപോലെ തന്നെ ഇലക്ട്രോണിക് പാർട്സ് ഒക്കെയാണ് വരുന്നുണ്ടാവുക. സോ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എയ്ക്കകത്ത് മാത്രമേ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുള്ളൂ? വാട്ടർ യൂസ് ചെയ്യുന്നുണ്ടോ? ബാക്കിയിലൊക്കെ നമ്മൾ യൂസ് ചെയ്യില്ല, അത് അപകടകരമാണ്. അപ്പോൾ എന്താണ്? പുട്ട് വാട്ടർ ഓൺ ഇറ്റ് എന്നുള്ളത് ഒരിക്കലും യൂസ് ചെയ്യില്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, പിന്നെ നമ്മൾ കാർബൺ ടെട്രാക്ലോറൈഡ് എക്സ്റ്റിങ്ക്വിഷർ പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത് മെറ്റൽസിലാണ്. ഓക്കെ, ഗ്യാസിനകത്ത് പ്രധാനമായിട്ട് ഫോം എക്സ്റ്റിങ്ക്വിഷർ ഒക്കെ യൂസ് ചെയ്യാം. സോ ബാക്കിയെല്ലാം അവിടെ നിൽക്കട്ടെ. അപ്പോൾ വാട്ടർ എന്നുള്ളതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എന്ത് ചെയ്യുക? ഇത് മനസ്സിലാക്കിയിരിക്കുക. വാട്ടർ എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക ഗ്ലാസ്, പേപ്പർ, വുഡ്, പേപ്പർ അങ്ങനെയുള്ള എന്താണ്, അതുപോലെ തന്നെ വുഡ്, പേപ്പർ, ക്ലോത്ത് ക്ലോത്തും അതിനകത്ത് വരുന്നുണ്ടാവും. അവിടേക്കാണ് നമ്മൾ ഫോം എക്സ്റ്റിങ്ക്വിഷർ വാട്ടർ എക്സ്റ്റിങ്ക്വിഷർ യൂസ് ചെയ്യുന്നുണ്ടാവും. ബാക്കിയുള്ളിടത്തൊന്നും അത് പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നുണ്ടാവില്ല. സോ ഇൻ കേസ് ഓഫ് electrifier, never throw water on electrical fires because water conduct electricity and you could be don't use ഫോം ലിക്വിഡ് എക്സ്റ്റിങ്ക്വിഷർ. അപ്പോൾ ഇവിടെ ഫോം എക്സ്റ്റിങ്ക്വിഷറോ ലിക്വിഡ് എക്സ്റ്റിങ്ക്വിഷറോ യൂസ് ചെയ്യുന്നുണ്ടാവില്ല. ഇത് നീല പോയിന്റ് എഴുതി ചേർത്തിട്ടുള്ളതാണ്. ഇഫ് യു ഡോണ്ട് ഹാവ് ഫയർ എക്സ്റ്റിങ്ക്വിഷർ യു ക്യാൻ യൂസ് ബേക്കിംഗ് സോഡ ടു എക്സ്റ്റിങ്ക്വിഷ് ഇലക്ട്രിക്കൽ ഫയർ. ഇലക്ട്രിക്കൽ ഫയറിന് എക്സ്റ്റിങ്ക്വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എക്സ്റ്റിങ്ക്വിഷർ ഏതാണെന്ന് അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ബേക്കിംഗ് സോഡ ഉപയോഗിച്ച് എക്സ്റ്റിങ്ക്വിഷ് ചെയ്യുക. അടുത്തത് വാട്ട് ഈസ് ദ ഫസ്റ്റ് ആക്ഷൻ ഇഫ് എ കൊളീഗ് അഥവാ വിക്ടിം എന്ത് ചെയ്യുന്നു? റിസീവ്ഡ് ഹെവി ഇലക്ട്രിക് ഷോക്ക് ഒരു കൊളീഗ് അല്ലെങ്കിൽ വിക്ടിം ഏതൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ആക്ഷൻ ചെയ്യേണ്ടത് പുൾ ദ വിക്ടിം ഫ്രം ദ ലൈവ് കണ്ടക്ടർ, pour water to avoid burning of victim, press the first aid box, switching off the current immediately. അപ്പോൾ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യാനുള്ളത് എന്താണ്? ആ ഒരു സ്വിച്ച് ഓഫ് ദ കറണ്ട് ഇമ്മീഡിയറ്റ്ലി ഇസ് ദ ഫസ്റ്റ് ആക്ഷൻ. വിക്ടിം റിസീവ്ഡ് ഹെവി ഇലക്ട്രിക് ഷോക്ക് എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക? ആ ഒരു കറണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് സ്വിച്ച് ഓഫ് ചെയ്യുക. അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ ABC ഓഫ് ഫസ്റ്റ് എയ്ഡ്, എ സ്റ്റാൻഡ് ഫോർ എയർവേ, ബി സ്റ്റാൻഡ് ഫോർ ബ്രീതിങ്, സി സ്റ്റാൻഡ് ഫോർ. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. എ എന്ന് പറയുന്നത് എന്താണ്? എയർവേ ആണ്. എയർവേ എന്ന് പറയുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു? അദ്ദേഹത്തിന് ഒരു എന്താണ് ആവശ്യമായിട്ടുള്ള ഒരു ഓക്സിജനും അദ്ദേഹത്തിന് ശ്വസിക്കാൻ ആവശ്യമുള്ള ആ ഒരു വായുസഞ്ചാരം ഒരുക്കുക എന്നുള്ളതാണ്. ബി എന്ന് പറയുന്നത് എന്താണ്? ബ്രീതിങ് ആണ്. ബ്രീതിങ് എന്നുള്ളതാണ്. ഓക്കെ, ബ്രീതിങ് എന്നുള്ളതാണ്. സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സർക്കുലേഷൻ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ സി സ്റ്റാൻഡ് ഫോർ കാർഡിയോ പ്രോബ്ലം അല്ല, സർക്കുലേഷൻ എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇൻ ABC ഫസ്റ്റ് എയ്ഡ്, എ സ്റ്റാൻഡ് ഫോർ എയർവേ, ബി സ്റ്റാൻഡ് ഫോർ ബ്രീതിങ്, സി സ്റ്റാൻഡ് ഫോർ സർക്കുലേഷൻ ആണ്. ഇനി അടുത്ത് ഇഫ് യുവർ ക്ലോത്ത് ക്യാച്ച് ഫയർ ഓൺ ദ വർക്ക് സ്പോട്ട് വാട്ട് വിൽ യു ഡു ഫസ്റ്റ്? അപ്പോൾ നിങ്ങൾ വർക്ക് പ്ലേസിൽ വെച്ചിട്ട് നിങ്ങളുടെ വസ്ത്രത്തിൽ തീപിടുത്തം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് എന്ത് ചെയ്യും? റൺ അവേ ഫ്രം ആ സ്പോട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ. റോൾ ഓവർ ദ ഗ്രൗണ്ട്, ആ ഗ്രൗണ്ടിൽ കിടന്ന് ഉരുളുക എന്നുള്ളതാണ് അവിടെ എന്ത് ചെയ്യാനുള്ളത്? നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്ന ഏറ്റവും ഫസ്റ്റ് മാർഗം എന്ന് പറയുന്നത്. നോട്ട് ചെയ്ത് വെച്ചേക്കാം. അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ if your cloth catch fire on the work spot, you will roll over the ground. If a worker has suffered from the electric shock, he should be kept warm or covered. So next question എന്ന് പറയുന്നത് if a person faint due to suffocation, the first aid be given is give him a warm drink, sprinkle cold water on his face, place him on a well ventilated location എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത്. ഓക്കെ, ഇതിനടുത്തെന്ന് പറഞ്ഞാൽ വിച്ച് ഓഫ് ദ ഫോളോവിങ് ഷുഡ് നോട്ട് ബി കെപ്റ്റ് ഇൻ എ ഫസ്റ്റ് എയ്ഡ് കിറ്റ്. ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റിൽ ഉണ്ടാവാത്ത സംഭവം എന്താണെന്നുള്ളതാണ്. അവിടെ സ്ട്രെഡ് ഡ്രസ്സിങ്, പ്ലാസ്റ്റേഴ്സ്, ഐ ഡ്രസ്സിങ്, ഹെഡാച്ചി ടാബ്ലറ്റ് അവിടെ ഉണ്ടാവില്ല. ഉണ്ടാവുന്നത് എന്തൊക്കെയാണെന്നുള്ളത് ഈ ഒരു ബോക്സസിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഒരുവിധം എല്ലാം തന്നെ ഉണ്ടാവും, അത് വായിക്കുമ്പോൾ മനസ്സിലാവും, അത് വായിച്ചിരിക്കുക. ദെൻ ഇൻ കേസ് ഓഫ് ആക്സിഡൻറ്റ് ദ വിക്ടിം ഷുഡ് ഇമ്മീഡിയറ്റ്ലി ബി, എന്തെങ്കിലും ആക്സിഡൻറ്റ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ വിക്ടിം ഇമ്മീഡിയറ്റ് ആയിട്ട് എന്താണ്? ആസ്ക് ടു ടേക്ക് റിസ്ക്, എൻക്വയറി അബൌട്ട് ദ ആക്സിഡൻറ്റ്. നല്ല രസമായിരിക്കും ആക്സിഡൻ്റ് ആയിട്ട്. എങ്ങനെ ആക്സിഡൻറ്റിനെ പറ്റി അതൊന്നുമല്ല, നമ്മൾ എന്താ ചെയ്യുക? അറ്റൻഡ് ടു ഇമ്മീഡിയറ്റ്ലി ലെഫ്റ്റ് ഹിംസെൽഫ് വിത്തൗട്ട് ട്രീറ്റ്മെൻറ്റ്. സോ എന്താണ് attended to immediately എന്നുള്ളതാണ്. ഇൻ കേസ് ഓഫ് ദ ആക്സിഡൻറ്റ് വിക്ടിം ഷുഡ് ബി ഇമ്മീഡിയറ്റ്ലി ബി അറ്റൻഡ് ടു ആൻഡ് ഗിവൺ ഫസ്റ്റ് എയ്ഡ് ബിഫോർ എ ട്രെയിൻഡ് മെഡിക്കൽ വർക്കർ അറൈവ്സ്. അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓയിൽ ഫയർ എക്സ്റ്റിങ്ക്വിഷ്ഡ് ബൈ. ഓയിൽ ഫയർ എന്ന് പറഞ്ഞാൽ എന്താണ്?
ഓയിലാണ്, സോ എന്താണ് ഒരു ലിക്വിഡ് ആണ്, അതായത് ഫ്ലാമബിൾ ആയിട്ടുള്ള ലിക്വിഡ് ആണ്. സോ ക്ലാസ് എന്തിനകത്താണ് വരുന്നത്? ക്ലാസ് ബിക്കകത്താണ് വരുന്നത്. ക്ലാസ് ബി ഫയർ നമ്മൾ പ്രധാനമായിട്ടും പുട്ടിംഗ് വാട്ടർ ഓൺ ഇറ്റ് എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള ഓപ്ഷൻ ആണ്. സോ ഇവിടെ തെറ്റാണ്, നൺ ഓഫ് ദ തെറ്റാണ്. ഫോം എക്സ്റ്റിങ്ക്വിഷൻ ആണ് നമ്മൾ പ്രധാനമായിട്ടും എന്ത് ചെയ്യുന്നുണ്ടാവുക, അത്തരത്തിലുള്ള ഭാഗങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓയിൽ ഫയർ എക്സ്റ്റിങ്ക്വിഷർ ബൈ ഫോം എക്സ്റ്റിങ്ക്വിഷർ. ഓക്കെ, എക്സ്റ്റിങ്ക്വിഷർ എന്ന് പറഞ്ഞാൽ നമുക്ക് തീ കെടുത്താൻ ഉപയോഗിക്കുന്ന ആയിട്ടുള്ള എക്സ്റ്റിങ്ക്വിഷേഴ്സ് ആണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇനി സോഫ്റ്റ് സ്കിൽ ഹെൽപ്പ് ടു ഗെറ്റിംഗ് പ്രൊമോഷൻ നേടാൻ വേണ്ടി സോഫ്റ്റ് സ്കിൽസ്, യെസ് ശരിയാണ്. ഫൈൻഡിങ് ബെറ്റർ ജോബ് ശരിയാണ്. ഡെവലപ്പിംഗ് ഗുഡ് പേഴ്സണൽ ശരിയാണ്. ഓൾ ഓഫ് ദി എബോവ് ആണ് വരുന്നുണ്ടാവുക. സോഫ്റ്റ് സ്കിൽ എന്ന് പറയുമ്പോഴത്തേക്കിനും നമുക്ക് നന്നായിട്ട് സംസാരിക്കാനുള്ള കഴിവ്, ഒരാളോട് സംസാരിക്കാനുള്ള കഴിവ്, നമുക്ക് പ്രോബ്ലം സോൾവിനുള്ള സ്കില്ല്, ടീം വർക്ക്, ഇതെല്ലാം തന്നെ സോഫ്റ്റ് സ്കില്ലിന്റെ ഭാഗമായിട്ട് വരും. ഓക്കെ, അപ്പം സോഫ്റ്റ് സ്കിൽ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം തന്നെ യൂസ്ഫുൾ ആണ്. ദെൻ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ person possessing good personal skills should have certain qualities which include confidence, നല്ല ക്വാളിറ്റി ആണല്ലേ, പേഷ്യൻസ് അത് നല്ല ക്വാളിറ്റിയാണ്, ഡിറ്റർമിനേഷൻസ്, ഓൾ ഓഫ് ദി എബോവ് ഇതെല്ലാം തന്നെ വരുന്നുണ്ടാവും. ഓക്കെ, ഇതിനടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫയർ ഡ്യൂ ടു ഇലക്ട്രിസിറ്റി ഷുഡ് ബി കൺട്രോൾഡ് ബൈ പുട്ടിംഗ്. അപ്പം ഇലക്ട്രിസിറ്റിയിലുള്ള ഫയർ എന്ന് പറയുമ്പോൾ ക്ലാസ് ഡിയിലാണ് വരുന്നുണ്ടാവുക. സോ അവിടെ നമ്മൾ എന്ത് ചെയ്യുക, ഫയർ ഡ്യൂ ടു ഇലക്ട്രിസിറ്റി ഷുഡ് ബി, അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സാൻഡ് ആണോ അതോ കാർബൺ ഡൈ ഓക്സൈഡ് ആണോ ക്ലേ ആണോ വാട്ടർ ആണോ, നമ്മൾ അതിന് വാട്ടർ ഒരിക്കലും യൂസ് ചെയ്യില്ല, ക്ലേ സ്യൂട്ടബിൾ അല്ല, സാൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ, കാർബൺ ഡൈ ഓക്സൈഡ് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, യൂസ് ചെയ്യാവുന്നതാണ്. ഫയർ ഡ്യൂ ടു ഇലക്ട്രിസിറ്റി ഷുഡ് ബി കൺട്രോൾഡ് ബൈ പുട്ടിംഗ് കാർബൺ ഡൈ ഓക്സൈഡ്. നമ്മൾ പ്രധാനമായിട്ടും ഇലക്ട്രിസിറ്റിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക ഹാലോൺ എക്സ്റ്റിങ്ക്വിഷർ ആണ് കേട്ടോ. ഹാലോൺ എക്സ്റ്റിങ്ക്വിഷർ അല്ലെങ്കിൽ CTC എക്സ്റ്റിങ്ക്വിഷർ ഒക്കെയാണ് നമ്മൾ പ്രധാനമായിട്ട് യൂസ് ചെയ്യുക. ഓക്കെ, വർക്കർ ഹാസ്, ഓക്കെ നേരത്തെ പറഞ്ഞ പോയിന്റ് ആണ്. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ പേഷ്യന്റ് ഈസ് നോട്ട് റെസ്പോണ്ടിങ് ടു ദ മൗത്ത് റെസ്പിറേഷൻ ദെൻ ദ പ്രൈമർലി അറ്റൻഡഡ് ഷുഡ് ഡാഷ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇമ്മീഡിയറ്റ്ലി സെർച്ച് ഫോർ മെഡിക്കൽ അസിസ്റ്റൻസ്, ചെക്ക് ഫ്രാക്ചർ ബോൺസ്, ചെക്ക് ദ ബോഡി വാം വിത്ത് ചെക്ക് നെർവ്സ് ആൻഡ് ഐസ്. അപ്പോൾ ഒരു പേഷ്യന്റ് മൗത്ത് ടു മൗത്ത് റെസ്പിറേഷനോട് റെസ്പോണ്ട് ചെയ്യുന്നില്ല, അപ്പോൾ പ്രൈമറിലി അറ്റൻഡ് ചെയ്യുന്ന ഇമ്മീഡിയറ്റ്ലി സെർച്ച് മെഡിക്കൽ അസിസ്റ്റൻസ് എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ പേഷ്യന്റ് നോട്ട് റെസ്പോണ്ടിങ് ടു ദ മൗത്ത് ടു മൗത്ത് റെസ്പിറേഷൻ, ദെൻ അപ്പം മൗത്ത് ടു മൗത്ത് റെസ്പിറേഷൻ മെത്തേഡ് നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ അത് എന്ത് ചെയ്യുന്നില്ല, സ്വീകാര്യമല്ല, അതിന് ഏതാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് മെഡിക്കൽ അസിസ്റ്റൻസിനെ തേടുക എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റീരിയൽ യൂസ്ഡ് പ്രൈമർലി ട്രീറ്റ്മെന്റ് ആർ ഡാഷ്. അപ്പോൾ ഇവിടെ വരുന്ന എല്ലാം തന്നെ ഇവിടെ വരുന്നുണ്ട്, ആൾ ഓഫ് ദി എബോവ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓപ്ഷൻ ഈസ് incorrect with respect to the key element of a fire safety management system. Okay, which of the following option is incorrect with respect to the key element of fire safety management, regulation, staff leave plan. So ഇവിടെ നമ്മൾ ആ ഒരു ചോദ്യം വിട്ടേക്കാം. ദെൻ അടുത്തൊരു ചോദ്യത്തിലേക്ക് നോക്കാം. വിച്ച് കെമിക്കൽ ഈസ് യൂസ്ഡ് ദ സോഡ ആസിഡ് ഫയർ എക്സ്റ്റിങ്ക്വിഷർ. വിച്ച് chemical is used in the soda acid fire extinguisher, sodium bicarbonate, soda acid fire extinguisher, soda bicarbonate. Okay, അപ്പം soda acid fire extinguisher, carbonious fire caused by wood, cloth and other solid combustible material. Soda acid fire extinguisher is used for extinguishing. It should not extinguish an electrical fire because it is realized chemicals and good conductors of electricity. Chemical, it is sodium bicarbonate is used. അടുത്തെന്ന് പറഞ്ഞാൽ 25 നാഷണൽ ഫയർ പ്രൊട്ടക്ഷൻ അസോസിയേഷൻ NFPA codes and standards are adopted and used throughout the world to minimize the possibility of fire and other risk. അതായത് നമ്മുടെ ഈ റിസ്കിനും ഈ ഫയർ തീപിടുത്തവും അതുമൂലം ഉണ്ടാകുന്ന റിസ്കിനും ഒക്കെ കുറച്ചുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് വേൾഡ് മൊത്തത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, വേൾഡ് മൊത്തത്തിൽ ഒരു എന്താണ് NFPA എന്ന് പറയുന്നത് നാഷണൽ ഫയർ പ്രൊട്ടക്ഷൻ അസോസിയേഷൻ കോഡ്സും സ്റ്റാൻഡേർഡ്സും ഒക്കെ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെന്ന് പറഞ്ഞാൽ ഏത് കോഡാണ് NFPA ഡീൽ വിത്ത് സ്റ്റാൻഡേർഡ് ഫോർ ഫയർ ഓഫീസർ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻസിനായിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് 1021 എന്നുള്ള കോഡാണ്. ഫോർ ഫയർ ഓഫീസർ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ്റെ 2021 കോഡ് ഈസ് യൂസ്ഡ് ഫോർ ദ NFPA സ്റ്റാൻഡേർഡ്. അടുത്ത in the event of accident immediate to the victim. Okay, in the event of an accident immediately to the victim should be told for arrest, should require about accident, should provide help, should elect without review. അപ്പോൾ എന്താണ്, അതൊക്കെ സിമ്പിൾ ആണ്. ഫസ്റ്റ് എന്താണ്, ഷുഡ് പ്രൊവൈഡ് ഹെൽപ്പ് എന്നുള്ളതാണ്. ഫസ്റ്റ് എയ്ഡ്, മെഡിക്കൽ ഫസ്റ്റ് എയ്ഡ് ഗിവൺ ദ പേഷ്യൻറ്റ് ബിഫോർ അറൈവൽ ഓഫ് ദ ഡോക്ടർ. ഇൻ ദ ഈവൻ ആൻ ആക്സിഡന്റ് ഇമ്മീഡിയറ്റ് ടു ദ വിക്ടിം ഷുഡ് പ്രൊവൈഡ് അസിസ്റ്റൻസ്. മെറ്റീരിയൽ ഫസ്റ്റ് എയ്ഡ് ഇതൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ,
ദെൻ അടുത്ത വളരെ കുറച്ച് ചോദ്യങ്ങൾ കൂടിയാണ് ഇനി ഈ ഒരു ടോപ്പിക്കിൽ നിന്നുള്ളത്. ഓക്കെ, അതായത് ദ ഫസ്റ്റ് എയ്ഡ് ഇൻ കേസ് സ്നേക്ക് ബൈറ്റ്, അതായത് പാമ്പ് കടി മൂലം ഉണ്ടാകുന്ന ആ ഒരു ഫസ്റ്റ് എയ്ഡ് എന്താണെന്നുള്ളതാണ്. അപ്പം ടൈ ബോത്ത് അറൗണ്ട് ദ വോണ്ട് ആൻഡ് കട്ട് ദ വോണ്ട് ടു ബ്ലീഡ് ദ ബ്ലഡ്. അതായത് ഇപ്പം നമുക്ക് പാമ്പ്, അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. പെട്ടെന്ന് പാമ്പ് കടിയോ മറ്റോ കണ്ടതായിട്ട് അറിയുകയാണെന്നുണ്ടെങ്കിൽ ആ വോണ്ടിന്റെ ചുറ്റിനും പെട്ടെന്ന് എന്ത് ചെയ്യുക, നമ്മൾ ടൈ കൊണ്ട്, ക്ലോത്ത് കൊണ്ട് ഒരു ടൈ ചെയ്യുക, നന്നായിട്ട് മുറുക്കിയതിന് ശേഷം ആ ഒരു മുറിവുകളിൽ നിന്നും ജസ്റ്റ് എന്ത് ചെയ്യുക, കട്ട് ചെയ്ത് ബ്ലീഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ആ ഒരു കാര്യങ്ങൾ അനുവദിക്കുക എന്നുള്ളതാണ്. ISRO ടെക്നീഷ്യൻ പ്ലംബറിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഫിറ്റെല്ലാം ചോദിക്കാം, ഷീറ്റ് മേലെ ചോദിക്കാം, എല്ലാത്തിനും ചോദിക്കാം. ഫസ്റ്റ് എയ്ഡ് ട്രീറ്റ്മെന്റ് അല്ലേ, അപ്പോൾ കോമൺ ആയിട്ട് ചോദിക്കാം. ഫസ്റ്റ് എയ്ഡ് ട്രീറ്റ്മെന്റ് ഫോർ സ്നേക്ക് ബൈറ്റ് ഇൻ ഫസ്റ്റ് ഓഫ് ആൾ cloth should be tied on the wound and the wound should be cut, let the blood come out. അടുത്ത വിച്ച് ഫയർ എക്സ്റ്റിംഗ്വിഷർ യൂസ്ഡ് കൺട്രോൾ ക്ലാസ് ബി ഫയർ. ക്ലാസ് ബി എന്ന് പറയുന്നത്, ക്ലാസ് ബി ഞാൻ പറഞ്ഞു കഴിഞ്ഞു എന്താണ് യൂസ് ചെയ്യുന്നുണ്ടാവുക, കാർബൺ ഡൈ ഓക്സൈഡ് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പം ടൈപ്പ് ഫയർ ക്ലാസ്, അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ക്ലാസ് എയ്ക്കകത്ത് ഏതൊക്കെ വരുന്നു, അപ്പോൾ വുഡ്, പേപ്പർ, അങ്ങനെയുള്ള സോൾ മെറ്റീരിയൽസ് വരുന്നു. വാട്ടർ, സാൻഡ്, സോഡ ഇതൊക്കെ യൂസ് ചെയ്യാം. ക്ലാസ് ബി ആകുമ്പോൾ ഡീസൽ, പെട്രോൾ, കെറോസിൻ ഇതൊക്കെ വരും. ഫോം ടൈപ്പ് എക്സ്റ്റിംഗ്വിഷർ പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത്. അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡ് എക്സ്റ്റിംഗ്വിഷർ ചെയ്യുന്നത്. ക്ലാസ് സി ആണെന്നുണ്ടെങ്കിൽ ഗ്യാസസ് ആണ് വരുന്നത്. അവിടെ നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡും അതുപോലെ തന്നെ ഹൈലോൺ കെമിക്കലും പറഞ്ഞിട്ടുണ്ട്. ക്ലാസ് ഡി ആകുമ്പോഴത്തേക്കും CTC, കാർബൺ ടെട്രാക്ലോറൈഡ്, അല്ലെങ്കിൽ ഹാലോൺ എക്സ്റ്റിംഗ്വിഷർ യൂസ് ഇലക്ട്രിക് അല്ലെങ്കിൽ മെറ്റാലിക് ഫയറിലൊക്കെയാണ്. ഈ ഡാഷ് ഈസ് യൂസ് സേഫ്റ്റി ഓഫ് ഹെഡിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക ഏതാണ്, ഹാർഡ് ഹാറ്റ്സ്, കാപ്സ്, ഹെൽമെറ്റ് എല്ലാം തന്നെ ബോത്ത് എ ആൻഡ് ബി. സോ ഇവിടെ എന്ന് പറഞ്ഞാൽ ബോത്ത് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർട്സ് ആണ്, ഹെൽമെറ്റ് ക്യാപ്പ് എന്നുള്ള തൊപ്പി അത് വിട്ടേക്കുക. അപ്പോൾ സേഫ്റ്റി ഹെൽമെറ്റുകളും ഹാർഡ് ഹാറ്റ്സുകളും ഹെയർ നെറ്റുകളും കേപ്പുകളൊക്കെ അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. റെസ്പിറേറ്ററി പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഗ്യാസ് റെസ്പിറേറ്റർ, പോസിറ്റീവ് ഗേജ് പ്രഷർ റെസ്പിറേറ്റർ, ഓട്ടോമാറ്റിക് റെസ്പിറേറ്ററി ഡിവൈസ് യൂസ് ചെയ്യുന്നു. ഫോർ സേഫ്റ്റി ഓഫ് ലെഗ്സ്, അപ്പോൾ സ്ലിപ്പറും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യുന്നുണ്ടാവില്ല. അവിടെ നമ്മൾ ലെതർ ഷൂസ് യൂസ് ചെയ്യുന്നുണ്ടാവും സേഫ്റ്റി ഫോർ ലെഗ്സിന് വേണ്ടിയിട്ട്. ലെതർ ഷൂസും സേഫ്റ്റി ഷൂസ് യൂസ് ചെയ്യുന്നത്. യൂസർ ഫോർ സേഫ്റ്റി ഓഫ് ഐസിന് വേണ്ടിയിട്ട് നമ്മൾ പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നുണ്ടാവുക ഗോഗിൾസ്, ഗ്ലാസസ്, ഫേസ് ഷീൽഡ് തുടങ്ങിയിട്ടുള്ളവയാണ്. പിന്നെ സേഫ്റ്റി ഓഫ് എ ബോഡിക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കവർ ആർട്സ് മൊത്തത്തിൽ മറയ്ക്കുന്നത്. അതുപോലെ അപ്രോൺ ബോഡീസ് പ്രൊട്ടക്ഷന് വേണ്ടി പ്രത്യേകം മെൻഷൻ ചെയ്തിട്ട് കൊടുത്തിട്ടുള്ളത് ഇതാണെന്നുണ്ടെങ്കിലും ബോഡി എന്ന് പറയുമ്പോഴത്തേക്കും മൊത്തത്തിലാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഗ്ലൗസ് ഇതെല്ലാം തന്നെ എന്ത് ചെയ്യും, ആ ഒരു ബോഡീൻ്റെ ആ ഒരു പ്രൊട്ടക്ഷനകത്ത് തന്നെ വരുന്നുണ്ടാവും കേട്ടോ. ഓക്കെ, അപ്പം അത്രയും കാര്യങ്ങളാണ് ഇവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാനുണ്ടായിരുന്നത്, ഡിസ്കസ് ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്ത് ക്ലൗസ്, അപ്പുറം കവറാൾസ് എല്ലാം വരുന്നുണ്ട്. സോ പിന്നെ ഇനിയുള്ളതെല്ലാം തന്നെ എന്ത് ചെയ്യാം, നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാം. ഇൻഡസ്ട്രിയൽ ആക്സിഡന്റും കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പം ഈ ഒരു ടോപ്പിക്കിൽ 180 ചോദ്യങ്ങളാണ് വരുന്നത് മൊത്തത്തിൽ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള. അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക്